വിദ്യാർത്ഥികളെ, നമുക്ക് 8ാം ക്ലാസ്സിന്റെ 1ാം പാദവാർഷിക പരീക്ഷയാണ്. അപ്പോൾ നമുക്കതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് എളുപ്പമാകാൻ വേണ്ടി ഒരു മോഡൽ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് പ്രാവശ്യത്തേക്ക് മുമ്പത്തേക്കാളും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചോദ്യങ്ങളിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക കേട്ടോ. അതിലെ ചോദ്യം ഉണ്ടാവും, ഉത്തരം ഉണ്ടാവും. മക്കൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഹർഷ മിസ്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഈറനായ ഒരു പൊട്ടിച്ചിരി തീർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. ഇവിടെ തെളിയുന്ന ഭാവം ഏതാണ്? ഈറനായ ഒരു പൊട്ടിച്ചിരി തീർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. ഏതാണ്? അല്ലെ, ഈറെന്ന് പറഞ്ഞാൽ ഉള്ളിൽ സങ്കടമുള്ളതാണ്. അപ്പൊ നമ്മുടെ സങ്കടമാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. ലോകമേ യാത്ര എന്ന കവിതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ ഏത്? നമ്മൾ പഠിച്ച കവിതയാണ്. അതിലെ കുറച്ച് കാര്യം. ഈ ലോകത്ത് നാം നേടുന്നതല്ല എക്കാലവും നിലനിൽക്കും. ധനവും സുഖഭോഗങ്ങളുമാണ് ഇഹലോക ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഈ ലോകത്തിലെ ധനം, സുഖം, യശസ്, അഭിജാതി ഇതൊന്നും അവസാന യാത്രയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അതിലെ 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1ഉം 2ഉം ശരി എന്നാണ് കേട്ടോ. 1ഉം 3ഉം ശരി. എന്നാണ്, ഇത് മാറിപ്പോയതാണ്. 1 മാത്രം ശരി. അതായത് ഇതിലെ 1 മാത്രം ശരി, അല്ലെങ്കിൽ 3 മാത്രം ശരി. 1ഉം 2ഉം ശരി. ഇതിലേതാണ് ഉത്തരം? ഇതിലെ 3 മാത്രമാണ് ശരി. അതായത് ഈ ലോകത്തിലെ ധനം, സുഖം, യശസ്, അഭിജാതി ഇതൊന്നും അവസാന യാത്രയിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ആ കവിത നൽകുന്ന സന്ദേശം കേട്ടോ. ഇനി 3, ഏതൊരു മാലിത്താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഥിതമാമനന്തം വഹിക്കുന്നില്ല. അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഇവിടെ സ്ഥിതമാമാനന്ദം എന്നതിനാണ് അടിവര വേണ്ടത്, അത് വിട്ടുപോയതാണ്. അപ്പൊ സ്ഥിതമായ ആനന്ദം, സ്ഥിതത്താലുള്ള ആനന്ദം, സ്ഥിതത്തിന്റെ ആനന്ദം, സ്ഥിതം എന്ന ആനന്ദം. ഏതാണ് ഇതിന്റെ ഉത്തരം? അല്ലെ, സ്ഥിതമായ ആനന്ദം എന്നുള്ളതാണ്. സ്ഥിതം എന്നുണ്ട് ഇവിടെ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അടുത്തത്, ചൂട് പിരിച്ചെഴുതിയാൽ ശരിയായത് ഏത്? കണ്ണീർ, കണ്ണ് പ്ലസ് നീർ. എന്നെ തേടി, എന്നെ പ്ലസ് തേടി. ഏതു ഒരു. തലയാട്ടുക, തലയാട്ടുക. ഏതാ ശരി? ഏത് ഒരു എന്നുള്ളതാണ് കറക്റ്റ് ആയത് കേട്ടോ. പിന്നെ 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്ത് ഒരു തുള്ളി പോലെ, ഒരു തുള്ളി പോലെ എന്നുള്ളതാണ്. ഇവിടെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന പ്രയോഗത്തിന്റെ ഭംഗി വിശദമാക്കുക. പെരുമഴയത്ത് ഒരു തുള്ളി പോലെ എന്നതിന്റെ വ്യത്യാസം എന്താണ്? 5ാം ക്ലാസ്സിൽ എത്തിയതോടെ അനിതാരിയും നീലകണ്ഠനും മറ്റൊരു സ്കൂളിൽ ചേർന്നു. പെൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലായി അവൾ. നീലകണ്ഠൻ ആൺകുട്ടികൾ മാത്രമുള്ള ക്ലാസ്സിലും. വളരെയധികം കുട്ടികളും ക്ലാസ്സുമുള്ള വലിയ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്ത് ഒരു തുള്ളി പോലെ എന്നാണ് കഥാകാരി വിശേഷിപ്പിക്കുന്നത്. പല തുള്ളികൾക്കിടയിലെ ഒരു തുള്ളി പോലെ, ഒരുപാട് കുട്ടികൾക്കിടയിലെ ഒരു തുള്ളി പോലെ, ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ചേർന്നുപോയ നീലകണ്ഠനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഈ പ്രയോഗം. ഓക്കെ. 6, ജാതി, മതം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേതന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. യേശുദാസ് ആലപിച്ച ആദ്യ ഗാനത്തിലെ വരികളാണിത്. ഈ വരികളുടെ സത്ത യേശുദാസ് പിന്നീട് ജീവദർശനമാക്കി. വരികൾ സമകാലിക സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ജാതിഭേദം, മതദ്വേഷം. എന്ത് സന്ദേശം നൽകുന്നത്? ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ അസമത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഈ വരികൾ യേശുദാസിനെ പോലെ നമ്മളും ജീവദർശനമാക്കേണ്ടതാണ്. എല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ടത്. വേർതിരിവുകളില്ലാത്തൊരു ലോകം യാഥാർത്ഥ്യമാക്കുക എന്ന സന്ദേശമാണ് ഈ വരികൾ നൽകുന്നത്. ഇനി 7, തോരണ യുദ്ധത്തിലെ ഹനുമാൻ, ബാല്യവിജയത്തിലെ രാവണൻ തുടങ്ങിയ വേഷങ്ങളിലാണ് കലാമണ്ഡലം രാമകുട്ടിയാർ അരങ്ങിൽ ഏറെ അറിയപ്പെട്ടത്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങൾ എന്നെ ഹഠാതാകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ്, അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ. കലാമണ്ഡലം രാമകുട്ടി നായരുടെ എഴുത്താണ് അല്ലത്. പ്രസ്താവനയെ ആത്മകഥാഭാവവും വായിച്ചല്ലോ. കഥകളി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് രാമകുട്ടി നായർക്ക് കുട്ടിക്കാലത്തുണ്ടായ അനുഭവം വിവരിക്കുക. എന്താണ് അദ്ദേഹത്തിന്റെ അനുഭവം? ഒരിക്കൽ ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറിയ തോരണ യുദ്ധം കഥകളി കാണാൻ എത്തിയതാണ് രാമകുട്ടി നായരും കൂട്ടുകാരും. കളി നടക്കുന്നതിനിടെ അണിയറയിൽ ചെന്ന് എത്തി നോക്കി അവർ ഒരു മൂലയിൽ ഒരു വേഷക്കാരൻ ഉറക്കം തൂങ്ങിയതുപോലെ ഇരിക്കുന്നത് കണ്ടു.
വാതിൽ തുറന്ന് അകത്തെത്തിയതും വേഷക്കാരൻ ചാടി എഴുന്നേറ്റ് നിലത്തമർത്തി ചവിട്ടി. ഓർക്കാപ്പുറത്തുണ്ടായ ഈ പ്രതികരണത്തിൽ ഭയന്നോടിയ അവർ ഒരു ചെളിക്കുണ്ടിൽ ചെന്നു വീണു. വേഷം പിന്നാലെ വരുന്നത് പോലെ തോന്നിയപ്പോൾ അവിടെ നിന്ന് എണീറ്റോളം നോക്കി. അരങ്ങിലേക്ക് എത്തും മുമ്പ് തോരണ യുദ്ധത്തിലെ ഹനുമാൻ വേഷാവതരണത്തിന് വേണ്ടി തയ്യാറെടുത്തതാണ് അവർ കണ്ടത്. അതാണ് അനുഭവം. അല്ലെങ്കിൽ ഈ ചോദ്യം, അല്ലെങ്കിൽ ഛേ എന്തൊരു വൃത്തികെട്ട ജീവി, ഞങ്ങളുടെ ലോകത്ത് നിനക്കെന്ത് കാര്യം, യന്ത്രമനുഷ്യന്റെ ഈ കാഴ്ചപ്പാടിനുള്ള നിങ്ങളുടെ ഒരു പ്രതികരണം എഴുതുക. എന്താണ് ഒരു യന്ത്രമനുഷ്യൻ തൃപ്തിസ്വരൂപത്തോട് പറയുന്നതാണത്. യന്ത്രങ്ങളുടെ ലോകം യാന്ത്രികമാണ്. ജീവനുള്ളവയുടെ ലോകത്തെക്കുറിച്ച്, അവരുടെ വേദനകളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച് ഒന്നും യന്ത്രങ്ങൾക്ക് അറിയില്ല. അവരുടെ ലോകത്ത് ജീവിക്കാൻ ജീവനുള്ളവയ്ക്ക് സ്ഥാനമില്ല. ഞങ്ങളുടെ ലോകത്ത് നിനക്കെന്ത് കാര്യം എന്ന ചോദ്യം സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഞങ്ങളുടെ ലോകമെന്ന ചിന്താഗതിയിൽ നിന്ന് നമ്മുടെ ലോകമെന്ന സങ്കല്പത്തിലേക്ക് നാം വളരുകയാണ് വേണ്ടത്. 8 മുതൽ 11 വരെയുള്ള ചോദ്യത്തിന് അരപ്പുറത്തിൽ കവിയാതെ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളാര് പോലും. തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ ഈ എന്ന പാഠത്തിലെ അല്ലത് അമ്മയുടെ ഈ നിലപാടിനുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുക. എന്താണ് തന്റെ വീട്ടിൽ തന്റേതായ സന്തോഷങ്ങൾ ജീവിക്കുകയാണ് അമ്മ. ആടിന് പുല്ല് കൊടുത്തും പശുവിന്റെ വളം കൊടുത്തും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും അവർ സന്തോഷം കണ്ടെത്തുന്നു. മക്കളെയും കുടുംബത്തെയും ഏറെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മയാണ് അവർ. ആയുസിന്റെ വലിയൊരു ഭാഗം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ അമ്മ വൃദ്ധയായി. മക്കളുടെ സ്നേഹവും കരുതലും ലഭിക്കേണ്ട കാലം. മക്കളെല്ലാം ജോലിക്കായും മറ്റും പല സ്ഥലങ്ങളിലാണ്. ആ വലിയ വീട്ടിൽ ജോലിക്കാരെയും അമ്മയും വളർത്തുമൃഗങ്ങളും മാത്രമാണ്. അമ്മയുടെ ഒറ്റയ്ക്കുള്ള ജീവിതവും അലച്ചിലും അവസാനിപ്പിക്കുന്നതിന് അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റാൻ മക്കൾ തീരുമാനിക്കുകയാണ്. ശരണാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളോട് തന്നെ കാണാനേ ഒരിക്കലും അവിടേക്ക് വരരുത് എന്ന് അമ്മ വിലക്കുന്നു. തന്നെ വേണ്ടാത്ത മക്കൾ എന്നെ കാണാൻ വരേണ്ടതില്ല എന്ന അമ്മയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയും. മക്കൾക്ക് തന്നെ വേണ്ട എന്ന തിരിച്ചറിവിൽ മനസ്സ് വേദനിച്ചുള്ള ഒരു തീരുമാനമാണിത്. അല്ലെ? ഇനി ഗദ്യഭാഗം വായിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താണ് ഗദ്യഭാഗം? ചലച്ചിത്രം സ്വന്തമായ ഒരു ഭാഷയുണ്ട്. അത് ചലച്ചിത്രത്തിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയല്ല. സിനിമ ഒരു ദൃശ്യകലയാണ്. അർത്ഥഗർഭമായ ദൃശ്യങ്ങളാണ് സിനിമയുടെ ആത്മാവ്. താൻ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ, ഭാവത്തെ മികവുറ്റ ദൃശ്യങ്ങളായി പരിവർത്തിപ്പിക്കുകയാണ് സംവിധായകന്റെ ലക്ഷ്യം. 2 ദൃശ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ മൂർത്തമായ ഒരു ആശയമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മറ്റൊരു തരത്തിലും ആവിഷ്കരിക്കാൻ കഴിയാത്ത ആശയപ്രപഞ്ചത്തെ ദൃശ്യങ്ങൾ ചേർത്ത് വെക്കുന്നതിലൂടെ പ്രകടിപ്പിക്കാൻ ചലച്ചിത്രത്തിൽ സംവിധായകന് കഴിയുന്നു. ചിത്രീകരിക്കുന്ന പശ്ചാത്തലം അത്രശാന്തമാക്കാൻ സംവിധായകൻ എപ്പോഴും ശ്രദ്ധിക്കും. ഇപ്രകാരം ചിത്രീകരണത്തിന്റെയും ചിത്ര സംയോജനത്തിന്റെയും രീതികൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ദൃശ്യങ്ങൾ അതുവരെ പറയാതിരുന്ന ഒരു കഥ പറയുന്നു. ഒരു സംഭാഷണം പോലുമില്ലാതെ ഒരു ആശയപ്രപഞ്ചം പ്രേക്ഷകന്റെ ഉള്ളിൽ തീർക്കുന്നു. എല്ലായ്പ്പോഴും നല്ല സിനിമകൾ കഥാപാത്ര സംഭാഷണങ്ങൾക്കല്ല, കഥാപാത്രങ്ങളുടെ ഭാവത്തിനും അവരുടെ ആന്തര സംഘർഷങ്ങൾക്കും തന്നെയാണ് പ്രാധാന്യം നൽകുക. ചോദ്യം എന്താണ്? 2 ദൃശ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്താണ്? മൂർത്തമായ ഒരാശയമാണ് ഉണ്ടാകുക. എല്ലായ്പ്പോഴും നല്ല സിനിമകൾ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? എല്ലായ്പ്പോഴും നല്ല സിനിമകൾ കഥാപാത്ര സംഭാഷണങ്ങൾക്കല്ല, കഥാപാത്രങ്ങളുടെ ഭാവത്തിനും അവരുടെ ആന്തര സംഘർഷങ്ങൾക്കും തന്നെയാണ് പ്രാധാന്യം നൽകുക. അല്ലെ? ഇനി സംവിധായകന്റെ ലക്ഷ്യം എന്താണ്? സംവിധായകന്റെ ലക്ഷ്യം താൻ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ, ഭാവത്തെ മിഴിവുറ്റ ദൃശ്യങ്ങളായി പരിവർത്തിപ്പിക്കുകയാണ് സംവിധായകന്റെ ലക്ഷ്യം. എന്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2 3 പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എന്റെ ഓർമ്മയുള്ളൂ. ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെ കുറിച്ച് ഓർമ്മകളാണ്. മറക്കാനാകാത്ത ഇത്തരം ചില അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകില്ലേ? നിങ്ങളുടെ അനുഭവം കുറിപ്പായി എഴുതണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ അനുഭവമാണല്ലോ എഴുതേണ്ടത്. നമുക്ക് അതിനൊരു മോഡലൊന്നുമില്ല. അതിനൊന്ന് നോക്കാം നമുക്ക്. തെറ്റെന്ന് വീണ്ടും പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ? കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അല്ലെ? പനിനീർ പൂവ് ആദ്യം കണ്ടപ്പോൾ ചിന്തിച്ചത് ആ പൂവിന്റെ ജീവിതം വളരെ നിസ്സാരമാണെന്നാണ്. പൂവിനോട് നിന്റെ ജീവിതം എത്ര മോശമാണെന്ന് പറയുകയും ചെയ്തു. നാളെ മണ്ണിൽ വീണ് നശിക്കുമെന്നത് കൊണ്ടാണ് പൂവിന്റെ ജീവിതം നിസ്സാരമെന്ന് കവി വിചാരിച്ചത്. കവിയുടെ ഈ വിചാരങ്ങളെ വിലങ്ങനെ തലയാട്ടി പൂവ് നിഷേധിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ചിന്തിച്ചപ്പോൾ താനൊരു ബുദ്ധിഹീനനാണെന്ന് കവിക്ക് തോന്നി. ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് പൂവിന്റെ ജീവിതത്തിന്റെ മഹത്വം കവിക്ക് മനസ്സിലായത്.
മരുഭൂമിയെ പൂങ്കാവനമാക്കുന്നത് പൂക്കളാണ്. സുഗന്ധവും മൃദുവിനും നൽകുന്നവരാണ് പൂക്കൾ. മനോഹാരിത കൊണ്ട് പൂവ് നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്നു. തലയിൽ ചൂടാനും വീരന്മാർക്ക് ചാർത്താനും മംഗളകർമ്മങ്ങൾക്കും പൂക്കൾ ഉപയോഗിക്കുന്നു. ഐശ്വര്യവും നന്മയും പകർന്നു നൽകുന്ന പൂക്കൾ ദേവതമാരാണെന്ന് കവി അവസാനം പറയുന്നു. കവിയുടെ ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഈ ചിന്തയോട് കൂട്ടിയിണക്കാം. നിസ്സാരമായിട്ടുള്ള ഒന്നും ഈ ഭൂമിയിലില്ല. എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനവും മൂല്യവുമുണ്ട്. മനുഷ്യരുടെ കാര്യത്തിലും ഇത് പ്രസക്തമാണ്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, കഴിവുകളുമുണ്ട്. ആരും വിലയില്ലാത്തവരല്ല. ബാഹ്യമായ കാഴ്ചക്കപ്പുറത്താണ് യാഥാർത്ഥ്യം എന്നതാണ് സത്യം. എല്ലാത്തിൻ്റെയും മൂല്യം തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരിലെ നന്മയും മൂല്യവും മനസ്സിന്റെ സൗന്ദര്യവും കാണാനുള്ള മനസ്സും ഉണ്ടാവുകയാണ്. ഓക്കെ, ഇനി അതിൽ ബി. എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എന്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. ഇനി എനിക്കെന്തിനാ പെൻസില്? ഇനി എന്റെ പങ്കും കൂടി അനിതാര പഠിച്ചോളൂ. നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകളാണിവ. പാഠഭാഗം വിലയിരുത്തി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് പറയുന്നത്. അറിയില്ല നീലകണ്ഠൻ ആരാണെന്ന്. അനുതാര എന്ന കഥാപാത്രത്തിന്റെ ഓർമ്മകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അനുതാരയും നീലകണ്ഠനും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അസുഖക്കാരിയായ അനുതാര ഇടയ്ക്കിടെ സ്കൂളിൽ വരാതാകുമ്പോൾ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും വേദനകളിൽ അവൾക്ക് ആശ്വാസം പകരുന്നതുമെല്ലാം നീലകണ്ഠനാണ്. അച്ഛനില്ലാത്ത കുട്ടിയാണ് നീലകണ്ഠൻ. ദരിദ്രമാണ് അവന്റെ ജീവിതാവസ്ഥ. എങ്കിലും ചിരിച്ചുകൊണ്ടല്ലാതെ നീലകണ്ഠൻ കഥയിൽ ഒരിടത്തും കടത്തി വരുന്നില്ല. നന്നായി പഠിക്കുന്ന അവനെ അധ്യാപകർക്കും കൂട്ടുകാർക്കുമെല്ലാം ഇഷ്ടമാണ്. ഓരോ തവണയും അനുതാരയ്ക്ക് അസുഖം മൂലം ക്ലാസ് മുടങ്ങുമ്പോൾ മുറിഞ്ഞുപോയ അവരുടെ അറിവുകളെ കൂട്ടിച്ചേർക്കുന്നത് നീലകണ്ഠനാണ്. പഠിപ്പിച്ചതെല്ലാം പറഞ്ഞു കൊടുത്തും നോട്ട്ബുക്കിൽ എഴുതി കൊടുത്തും സഹായിക്കും. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മയിൽപ്പീലിയും താമരമുട്ടുമൊക്കെ കൊടുക്കും. അവൾ വരച്ച ചിത്രങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറയും. അനുതാരയെ കഴിവിലോടുകൂടി പരിഗണിക്കുന്നതിൽ നീലകണ്ഠൻ ശ്രദ്ധിക്കുന്നു. കാഴ്ചപോയ നീലകണ്ഠനെ കണ്ട് അനുതാര കരയുമ്പോഴും ചിരിക്കാൻ ശ്രമിച്ച് അവളെ ആശ്വസിപ്പിക്കുകയാണ് നീലകണ്ഠൻ. അച്ഛന്റെ മരണം, ദാരിദ്ര്യം, കാഴ്ച നഷ്ടപ്പെട്ടത് തുടങ്ങിയ വിധിയുടെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നുവെങ്കിലും നിറഞ്ഞ ചിരിയോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന നീലകണ്ഠൻ ഏവർക്കും മാതൃകയാണ്. ഈ 12 താഴെ നൽകിയ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 മാർക്കാണ്. എ അല്ലെങ്കിൽ ബി. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറെ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അമ്മ ആ വീടിന്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. ആധുനിക കാലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവവും ഇവിടെ വ്യക്തമാണ്. വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ. എന്താണ് വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികൾ? സംരക്ഷണവും കരുതലും ആവശ്യമായി വരുന്ന കാലമാണ് വാർദ്ധക്യം. എന്നാൽ പല മാതാപിതാക്കൾക്കും വാർദ്ധക്യകാലത്ത് മക്കളുടെ സ്നേഹമോ പരിചരണമോ ലഭിക്കുന്നില്ല. വാർദ്ധക്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. ജോലി സംബന്ധമായ മക്കൾ കുടുംബസമേതം മറുനാടുകളിൽ സ്ഥിരതാമസമാക്കുന്നത് വൃദ്ധ മാതാപിതാക്കളുടെ ഒറ്റപ്പെടലിന് കാരണമാണ്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി സുഖസൗകര്യങ്ങൾ പലതും ഉപേക്ഷിച്ചവരാണ് പല മാതാപിതാക്കളും. അവർക്ക് വാർദ്ധക്യത്തിൽ മറ്റെല്ലാ സൗകര്യങ്ങളെക്കാളും വേണ്ടത് മക്കളുടെ സാന്നിധ്യമാണ്. വാർദ്ധക്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതുതലമുറയുടെ മനോഭാവമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിൽ ആവിഷ്കരിക്കുന്നത്. സ്വന്തം സൗകര്യങ്ങൾക്ക് വേണ്ടി അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളെ തിരക്കഥയിൽ കാണാം. ആ അമ്മയുടെ അവസ്ഥ നമ്മുടെ നാട്ടിലെ പല മധ്യമാതാപിതാക്കളും അനുഭവിക്കുന്നത് തന്നെയാണ്. വാർദ്ധക്യത്തെ അവതരിക്കുന്ന പുതുതലമുറയുടെയും മനോഭാവവും ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുന്നതെല്ലാം ഈ തിരക്കഥാഭാവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. വാർദ്ധക്യത്തിന്റെ അറിയിക്കുന്ന പരിഗണന നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി ബി. ആശയം, സമകാലിക പ്രസക്തി, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. കേരളീയം, ഇതാണ് കഥ. നേരം വെളുക്കുകയാണ്. അടുത്ത വീട്ടിൽ സുപ്രഭാതം. പൊൻപുലരി, ശുഭദിനം. അവൾ എണീറ്റിരുന്ന് കണ്ണു തിരുമ്മി. പിന്നെ കൈ നീട്ടി ടിവിയുടെ സ്വിച്ച് തിരുമ്മി. ഇടന്നിടത്ത് തന്നെ തലവെക്ക് ഇലക്ട്രിക് കെറ്റിലേക്ക് നോക്കി. വെള്ളമില്ല. ഒരു കാപ്പി കഴിക്കണം. ബസ്സിൽ നിന്നുകൊണ്ടുവന്ന കാപ്പിപ്പൊടി ഇത്തിരി ബാക്കിയുണ്ട്. മഹാരാഷ്ട്രയിൽ നിർത്തിയ മിനറൽ വാട്ടറിന്റെ ബോട്ടിലുകൾ കാലി. അവൾ തലമുടി അലസമായി തടവി. ഇന്ന് മുല്ലപ്പൂ ചൂടണമെന്ന് വിചാരിച്ചാണ്. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി എത്തിയിട്ടില്ല. ഒരു ചന്ദനക്കുഴി തുടരണമെന്നുണ്ട്. സത്യമംഗലം വനത്തിൽ നിന്ന് ചന്ദനമെത്താം. മുണ്ടും വേഷ്ടിയും അമേരിക്കയിൽ നിന്ന് ഒരു ബന്ധു കൊടുത്തയക്കുമെന്ന് പറഞ്ഞിരുന്നു. എത്തിയില്ല. കിടക്കക്കാപ്പി കുടിക്കാതെ കുളിക്കാതെ മുല്ലപ്പൂ ചൂടാതെ ഇനി എങ്ങനെയാണ് കുളിച്ച് ചന്ദനക്കുറി തൊട്ട് മുണ്ടും വേഷ്ടിയും ധരിച്ച് അമ്പലത്തിൽ പോകുക? അതിനെ ഉണരാൻ പ്രഭാതം എവിടെ? പി കെ പാറക്കടവിന്റെ കഥയാണ് അല്ലെ. ഈ കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ്.
കേരളീയമായതെല്ലാം ഉപേക്ഷിച്ച് പുറമോടിയിൽ മാത്രം കേരളീയം നടക്കുന്ന മലയാളികളെ ചിത്രം വരച്ച് കാട്ടുന്ന ഒരു കൊച്ചു കഥയാണ് PK പാറക്കടവിന്റെ കേരളീയം. പുലരി എത്തുമ്പോൾ അടുത്ത് കേട്ടുന്ന സുപ്രഭാതവും പെൺപുലരിയും ശുഭദിനവും കേട്ടുകൊണ്ടാണ് കഥാനായിക ഉണരുന്നത്. കണ്ണുതിരുമ്പി എഴുന്നേറ്റ ഉടനെ TV തുറക്കും. വെള്ളവും കാപ്പിപ്പൊടിയും മുല്ലവും എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. യാന്ത്രികമായി ജീവിതമാണ് അവൾ നയിക്കുന്നത്. സ്വന്തമായി ഒന്നും നിർമ്മിക്കാത്ത അവൾ എല്ലാറ്റിനും വേണ്ടി കാത്തിരിക്കുന്നു. കാപ്പി കുടിക്കാതെ, കുളിക്കാതെ, മുല്ലപ്പൂ ചൂടാതെ, അമ്പലത്തിൽ പോകാതെ അവൾ കഴിഞ്ഞുകൂടുന്നു. അതിരാവിലെ വളർന്ന് വീട് വൃത്തിയാക്കാതെ ജീവിതത്തിന്റെ കേരളീയ താളത്തിലേക്ക് കടന്നുപോയിരുന്ന മലയാളിയുടെ ശീലങ്ങൾ ഇന്നൊന്നാകെ മാറിപ്പോയിരിക്കുന്നു. കാപ്പി കുടിക്കാൻ ബ്രസീലിലെ കാപ്പിപ്പൊടിയും മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളവുമാണ്. ഒന്നും സ്വന്തമായില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് പുറമോടിയിൽ മാത്രം കേരളീയതം ജനിച്ച് മുന്നോട്ട് പോകുന്ന ജനതയായി മാറുകയാണ് നാം. ഉണരാതെ സ്വന്തം പ്രഭാതങ്ങളില്ലാതെ മയങ്ങിക്കിടക്കുന്ന മലയാളികളെയാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. ഒന്നും സ്വന്തമായി ഉണ്ടാക്കാതെ എവിടെ നിന്നോ വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ കാത്തു നിൽക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൽ മുങ്ങിയ മലയാളികളെ കഥാകൃത്ത് ഇവിടെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. ഏകദേശം ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ നന്നായി ട്രൈ ചെയ്ത് പോവുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. താങ്ക് യു.